അല്ല പറയാനേ പാടുള്ളൂ, ഒന്നും പ്രവർത്തിക്കരുത്. അതാണ് കമ്മ്യൂണിസം. അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ ഡയലോഗ്സ് ഉണ്ട്. ഈവൻ BJP-ക്കെതിരെയുള്ള അവരുടെ തമാശ രൂപേണ അവരെയൊക്കെ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫോൺ സംഭാഷണം നടന്നിരുന്നു 21-ൽ. പക്ഷെ അന്ന് സംഭവിച്ചത് ജോജു ജോർജും കോൺഗ്രസുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ കംപ്ലീറ്റ്ലി നമ്മുടെ സിനിമ ബഹിഷ്കരിച്ചു. കാര്യം ജോജു അഭിനയിക്കുന്ന സിനിമ എന്ന നിലയിൽ. ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ അവരെ എതിർക്കുന്നു എന്നുള്ളത് മറ്റൊരു കാരണം. BJP-ക്കാർ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ നേതാക്കന്മാരെ മറ്റേ ബീഫ് വിഷയത്തിൽ ബീഫ് അല്ലട പട്ടികളെ ഉള്ളിയാന്നൊക്കെ പറഞ്ഞ ഡയലോഗ്സ് വൈറലാവുകയും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോകാനുള്ള കാരണങ്ങളൊന്നും അവിടെ നിന്ന് ആരംഭിക്കുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത് എന്നാണ് സുരേന്ദ്രൻ ചേട്ടൻ വിചാരിച്ചിരിക്കുന്നത്. സത്യം അങ്ങനല്ല. ഞാൻ അതിന് അന്നത്തെ ട്രോൾ അങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ സിനിമ സപ്പോർട്ട് ചെയ്യേണ്ടത് 2020 ആണെന്ന് 2020 മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു. അപ്പം പുള്ളി പറഞ്ഞു, ഞാനങ്ങനെ ഈ സിനിമയുടെ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ നമ്മളെ പാർട്ടിക്കാരത്തൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അഖിലിന് എല്ലാവരും ആശംസകളും എന്നൊക്കെ പറഞ്ഞ് അന്ന് സംസാരിച്ചു. അന്ന് അദ്ദേഹം എന്നോട് 2020 ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ ജോയിൻ ചെയ്തേനെ. പക്ഷേ 2020 എറണാകുളത്തിനപ്പുറത്തേക്ക് അവരുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ സജീവമായ സമയത്ത് ഇവിടെ കേരളത്തിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൽ പോയേനെ. കാര്യം എനിക്ക് കുറച്ചും കൂടെ ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട് നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.